ദുബായിൽ ബൈക്ക് ഡെലിവറി ഡ്രൈവർക്ക് തൊഴിലവസരം. അൽ ഗസൽ ടൂർസ് ആൻഡ് ട്രാവൽസ്, ഫസ്റ്റ് ഫ്ലോർ, AVH കോംപ്ലക്സ്, പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി. നമസ്കാരം, STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പേടിപ്പിച്ച് പെരുമഴ. പാലക്കാട്, തൃശൂർ ജില്ലകളിൽ പരക്കെ നാശനഷ്ടം. പാലക്കാട് ജില്ലയിൽ 44 വീടുകൾ തകർന്നു. തൃശൂരിലും ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം. ജൂലൈ 9 ദേശീയ പണിമുടക്കിൽ നിന്ന് കേരളത്തെ ഒഴിവാക്കിയത് ഇടതു സർക്കാരിന്റെ തൊഴിലാളി വഞ്ചന മറയ്ക്കാനെന്ന് BMS. കഞ്ചിക്കോട്ട് BMS സപ്തതി പ്രവാസ യോജന സമ്മേളനം. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിന്റെ ഭാഗമായി നിശ ശില്പശാലയുമായി BJP. കാലപ്പഴക്കം മൂലം അപകടാവസ്ഥയിലായ പട്ടാമ്പിയിലെ രാസവള ഗുണനിയന്ത്രണ ശാല കെട്ടിടം അടച്ചുപൂട്ടി. സ്ഥാപനത്തിന്റെ പ്രവർത്തനം താൽക്കാലികമായി മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റി. പഴയ കെട്ടിടം അറ്റകുറ്റപ്പണി നടത്താനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മുഹമ്മദ് മുഹസിൻ MLA. വാർത്തകൾ വിശദമായി. കാലവർഷം ശക്തമായതിനെ തുടർന്ന് പാലക്കാട് ജില്ലയിൽ 44 വീടുകൾ തകർന്നു. ശരാശരി 80 മില്ലിമീറ്റർ മഴയാണ് ഇന്നലെയും ഇന്നുമായി ലഭിച്ചത്. മരങ്ങൾ പൊട്ടിവീണും കൃഷി നശിച്ചും ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ജില്ലയിൽ ഇതുവരെ സംഭവിച്ചിട്ടുണ്ട്. ശക്തമായ മഴയിലും കാറ്റിലും പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ 2 ദിവസത്തിനിടെ 44 വീടുകളാണ് തകർന്നത്. 40 വീടുകൾ ഭാഗികമായും 4 വീടുകൾ പൂർണ്ണമായും തകർന്നെന്നാണ് ഔദ്യോഗിക കണക്ക്. പട്ടാമ്പി താലൂക്കിലെ കുലുക്കല്ലൂർ വില്ലേജിൽ 14 വീടുകളും കൊപ്പം വില്ലേജിൽ 11 വീടുകളും മണ്ണാർക്കാട് താലൂക്കിലെ പാലക്കയം വില്ലേജിൽ 1 വീടും അട്ടപ്പാടി താലൂക്കിൽ അകളി വില്ലേജിൽ 2 വീടും പാലക്കാട് താലൂക്കിലെ കൊടുമ്പ് വില്ലേജിൽ 1 വീടും മങ്കരയിൽ 1 വീടും അകത്തേത്തറയിൽ 1 വീടും മണ്ണൂർ വില്ലേജിൽ 8 വീടുകളും ഒറ്റപ്പാലം താലൂക്കിലെ നെല്ലായ വില്ലേജിൽ 1 വീടുമാണ് ഭാഗികമായി തകർന്നത്. പാലക്കാട് താലൂക്കിലെ മലമ്പുഴ 2 വില്ലേജിൽ 1 വീടും മണ്ണൂർ വില്ലേജിൽ 1 വീടും പട്ടാമ്പി താലൂക്കിലെ കുലുക്കല്ലൂർ വില്ലേജിൽ 2 വീടുകളും പൂർണ്ണമായും തകർന്നു. ജില്ലയിൽ 2 ദിവസത്തിനിടെ 78.89 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കനത്ത മഴയിൽ തൃശൂർ ജില്ലയിലും പരക്കെ നാശനഷ്ടം. തൃശൂർ റൂറൽ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന്റെ ഔദ്യോഗിക വസതിയിൽ മരം വീണ് അപകടം. കാർ പോർച്ചിലുണ്ടായിരുന്ന ഔദ്യോഗിക വാഹനത്തിനും സ്വകാര്യ വാഹനത്തിനും കേടുപാട് സംഭവിച്ചു. കനത്ത മഴയിൽ തൃശൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ വലിയ നാശനഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് തൃശൂർ റൂറൽ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന്റെ ഔദ്യോഗിക വസതിയിൽ കനത്ത കാറ്റിലും മഴയിലും മരം വീണത്. അവിട്ടത്തൂർ സെൻട്രലിൽ തന്നെയുള്ള SP-യുടെ വീടിന് മുന്നിലായി നിന്നിരുന്ന മരം കാർപോർച്ചിന് മുകളിലേക്ക് വീഴുകയായിരുന്നു. SP-യുടെ ഔദ്യോഗിക വാഹനവും പേഴ്സണൽ വാഹനവും കാർപോർച്ചിലുണ്ടായിരുന്നു. ഇതിനു മുകളിലേക്കാണ് മരം വീണത്. SP-യുടെ വീടിന് എതിർവശത്തുള്ള കോക്കാട്ട് രാജുവിന്റെ വീട്ടിൽ കനത്ത മഴയിൽ തെങ്ങ് കടപുഴകി കാറുകൾക്ക് മുകളിലേക്ക് വീണു. 2 കാറുകൾക്ക് കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. കരുവന്നൂർ പുത്തൻതോട് KLDC കനാലിൽ വീണ്ടും മരം കടപുഴകി വീണു. കനത്ത മഴയിലും കാറ്റിലും കയ്പമംഗലം മേഖലയിൽ മരങ്ങൾ വീണ വ്യാപക നാശനഷ്ടമുണ്ടായി. നിരവധിയിടങ്ങളിൽ വൈദ്യുതി പോസ്റ്റുകളും ലൈനുകളും തകർന്നിട്ടുണ്ട്. വെളത്തൂരിൽ പട്രോളിങ്ങിന് പോയ അന്തിക്കാട് പോലീസിന്റെ വാഹനം ശക്തമായ ചുഴലിക്കാറ്റിനിടെ അപകടത്തിൽപ്പെട്ടു. ശക്തമായ ചുഴലിക്കാറ്റിനിടെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. മന്ത്രി രാജന പൈലറ്റ് പോയി തകരാറിലായി വഴിയിൽ കിടന്ന് വിവാദത്തിലായ ജീപ്പാണ് ചുഴലിക്കാറ്റിൽപ്പെട്ടത്. മേഖലയിൽ 4 മണിയോടെ വീശിയ ശക്തമായ കാറ്റിൽ നിരവധി മരങ്ങൾ ഒടിഞ്ഞു വീണിട്ടുണ്ട്. ജില്ലയിൽ ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം സംഭവിച്ചതായാണ് അനൌദ്യോഗിക കണക്ക്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മണ്ണൂരിൽ ശക്തമായ മഴയിലും കാറ്റിലും മരം വീണ് വീട് തകർന്നു. മണ്ണൂർ കുണ്ടുകാവ് കുഞ്ചേലന്റെ വീടാണ് തകർന്നത്. വീടിനകത്തുണ്ടായിരുന്ന 5 അംഗ കുടുംബം തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഓടിട്ട വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. വാർഡംഗങ്ങളായ സുനിത, ഹുസൈൻ, ഷെഫീഖ് എന്നിവർ വീട് സന്ദർശിച്ചു. ഇന്നലെ ശക്തമായ കാറ്റിലും മഴയിലും രാത്രി സുമാർ 9 മണിയോടുകൂടി വീടിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും തൊട്ടപ്പുറത്തെ പറമ്പിലെ വലിയ ഒരു മരം വീണുകൊണ്ട് പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. തലനാരിഴയ്ക്കാണ് കുഞ്ചേലേട്ടനും ഭാര്യയും അതുപോലെ തന്നെ മരുമകളും മകളും പേരക്കുട്ടിയും അടക്കമുള്ള കുടുംബം രക്ഷപ്പെട്ടത്. വളരെയധികം നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇവർ രക്ഷപ്പെട്ടത്. ഇങ്ങനെയുള്ള തൊട്ടടുത്തുള്ള പറമ്പിൽ നിന്നുമൊക്കെ മറ്റുള്ളവർക്കും വീടുകൾക്കും ജനങ്ങൾക്കും ഭീഷണിയാവുന്ന മരങ്ങൾ വെട്ടിമാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി എപ്പോഴും അവർക്ക് നിർദ്ദേശാനുസരണങ്ങൾ കൊടുത്തിട്ടുള്ളതാണ്. തീർച്ചയായും ഇതിന് വേണ്ടിയിട്ടുള്ള നാശനഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മണ്ണൂർ വില്ലേജും അതുപോലെ തന്നെ മണ്ണൂർ ഗ്രാമപഞ്ചായത്തും മെമ്പറും മറ്റുള്ള ഭരണസമിതിയും വേണ്ടുന്ന സഹായങ്ങൾ നൽകുമെന്ന് ഈ സമയത്ത് പറയാൻ ഉറപ്പു നൽകുകയാണ്.
ചെറുതുരുത്തി നെടുമ്പുരയിൽ ശക്തമായ കാറ്റിലും മഴയിലും തെങ്ങ് കടപുഴകി വീണ് വീടിന് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു. ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തേക്ക് ഇറങ്ങി ഓടിയതുകൊണ്ട് രക്ഷപ്പെട്ടു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ തെങ്ങ് മുറിച്ചുമാറ്റി വളത്തോൾ നഗർ മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം നാരായണൻ വീട് സന്ദർശിച്ചു. മഴയും കാറ്റും ശക്തമായ സാഹചര്യത്തിൽ പാലക്കാട് ഇലക്ട്രിക്കൽ സർക്കിളിന് കീഴിൽ കൺട്രോൾ റൂം തുറന്നു. ഇലക്ട്രിക്കൽ സർക്കിൾ പരിധിയിലുള്ളവർക്ക് 9400009936 എന്ന നമ്പറിൽ 24 മണിക്കൂറും വൈദ്യുതി തടസ്സവും അപകട സാധ്യതയും സംബന്ധിച്ച പരാതികൾ അറിയിക്കാം. വൈദ്യുതി സംബന്ധമായ അപകടമോ അപകട സാധ്യതയോ ശ്രദ്ധയിൽപ്പെട്ടാൽ 9400010101 എന്ന എമർജൻസി നമ്പറിൽ അറിയിക്കേണ്ടതാണ്. കലിതുള്ളിയ കാലവർഷത്തിൽ കോട്ടയം മേഖലയിൽ നാശനഷ്ടങ്ങളുടെ കണക്ക് പെരുകുന്നു. പൂർണ്ണമായും ഭാഗികമായും നിരവധി വീടുകൾ തകർന്നു. റോഡിൽ വെള്ളക്കെട്ടുയർന്നത് ഗതാഗതം തടസ്സപ്പെടുത്തി. ഒന്നാം വിള ഒരുക്കങ്ങൾ നടത്തി ഞാറ്റടിക്ക് തയ്യാറാക്കിയവ വെള്ളത്തിൽ മുങ്ങിയത് കർഷകരെയും കാർഷിക മേഖലയെയും തരിപ്പണമാക്കി. മരങ്ങൾ കടപുഴകി വീണ് നിരവധി വീടുകൾക്കും വാഹനങ്ങൾക്കും കേടുപാട് സംഭവിച്ചു. പുളിനെല്ലി പനങ്കൂടം ശിവദാസിന്റെ ഓടിട്ട വീട് മരം വീണ് തകർന്നു. കോട്ടായി മണ്ഡലക്കാട് ചേലക്കാട് പാറു അമ്മയുടെ വീട് തകർന്നടിഞ്ഞു. റോഡിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ടുകൾ ഉയർന്നതിനാൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഒന്നാം വിളയ്ക്ക് ഒരുക്കങ്ങൾ നടത്തി ഞാറ്റടിക്ക് തയ്യാറാക്കിയതെല്ലാം വെള്ളത്തിൽ മുങ്ങിയത് കർഷകരെയും കാർഷിക മേഖലയെയും തരിപ്പണമാക്കി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പാലക്കാട് മുണ്ടൂർ തൂതാ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പുതുതായി നിർമ്മിക്കുന്ന ചെർപ്പുളശ്ശേരി കാക്കാത്തോട് പാലത്തിന് സമാന്തരമായി ഒരുക്കിയ താൽക്കാലിക റോഡ് കനത്ത മഴയിൽ ഒലിച്ചുപോയി. കഴിഞ്ഞ രാത്രിയാണ് റോഡ് പൂർണ്ണമായും ഒലിച്ചുപോയത്. റോഡിന് ബലക്ഷയം നേരിട്ടതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം മുതൽ വാഹനങ്ങൾ വഴിതിരിച്ചു വിട്ടിരുന്നു. ഇന്നലെ രാത്രിയാണ് താൽക്കാലിക റോഡ് പൂർണ്ണമായും ഒലിച്ചുപോയത്. ഒറ്റപ്പാലം പട്ടാമ്പി ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ മാങ്ങോട് തൃക്കടീരി റോഡ് വഴിയും പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ വെള്ളിനേഴി വഴിയുമാണ് തിരിച്ചുവിടുന്നത്. കാക്കാത്തോടിന് കുറുകെ പുതിയ പാലത്തിൻ്റെ പണി നടക്കുന്നുണ്ടെങ്കിലും പൂർത്തിയായിട്ടില്ല. മഴ നേരത്തെ എത്തിയതാണ് പ്രതിസന്ധി സൃഷ്ടിച്ചത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ജൂലൈ 9 ദേശീയ പണിമുടക്കിൽ നിന്ന് കേരളത്തെ ഒഴിവാക്കിയത് ഇടതുപക്ഷ സർക്കാരിന്റെ തൊഴിലാളി വഞ്ചന മറയ്ക്കാനെന്ന് BMS. കഞ്ചിക്കോട് NSS ഓഡിറ്റോറിയത്തിൽ നടന്ന ഭാരതീയ മസ്ദൂർ സംഘം സപ്തതി പ്രവാസ യോജന SEPR യൂണിറ്റ് സമ്മേളനത്തിലാണ് ഈ ആരോപണം ഉയർന്നത്. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ജനദ്രോഹ തൊഴിലാളി വിരുദ്ധ സമീപനങ്ങൾ സ്വീകരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ കോർപ്പറേറ്റുകളുടെ ഉറ്റ തോഴനായി മാറിയെന്നും BMS ജില്ലാ സെക്രട്ടറി K. രാജേഷ് ആരോപിച്ചു. ജനദ്രോഹ തൊഴിലാളിദ്രോഹ നയങ്ങൾ തിരുത്താത്ത പക്ഷം സംസ്ഥാന സർക്കാരിനെതിരെ BMS ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകും. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലും മുസ്ലിം ലീഗിലും വലതുപക്ഷ പ്രസ്ഥാനങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന സാധാരണക്കാരായ 10,000-ലധികം ആളുകളെ സംഘടനയോട് ചേർക്കുക, അത് ഏറ്റവും വലിയ ശ്രമകരമായ കാര്യമായിരുന്നു. നമ്മളതൊക്കെ ചിന്തിച്ച സമയത്ത് ഇതൊക്കെ എത്തിപ്പിടിക്കാൻ സാധിക്കുമോ എന്ന് നമുക്ക് തന്നെ സംശയമുണ്ട്. പക്ഷെ അത് തുടങ്ങിയ സമയം മുതൽ 1,00,000-ലധികം പ്രവർത്തകരെയാണ് പുതിയതായിട്ട് നമുക്ക് നമ്മുടെ യൂണിയനിലോട്ട് ചേർക്കാൻ സാധിച്ചത്. 1955 ഈ സംഘടന തുടങ്ങുന്ന സമയത്ത് തേങ്കടിച്ചിക്ക് ഉറപ്പായിരുന്നു ഇത് ഭാരതത്തിന്റെ ഗ്രാമാന്തരങ്ങളിൽ എല്ലാവരും കൈനീട്ടി സ്വീകരിക്കുന്ന ആശ്രയിക്കുന്ന ഒരു തൊഴിലാളി സംഘടനയായി മാറുന്നു. സംസ്ഥാന ട്രഷറർ C. ബാലചന്ദ്രൻ, സംസ്ഥാന സമിതി അംഗം P.K. രവീന്ദ്രനാഥ്, മേഖലാ സെക്രട്ടറി R. ഹരിദാസ്, R.V. കണ്ണൻ, M. മഹേഷ് കുമാർ, R. ശ്യാംരാജ്, A. ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. BJP കോങ്ങാട് നിയോജക മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ പറളി തേനൂർ ഏരിയ കമ്മിറ്റികൾക്കായി നിശാ ശില്പശാല സംഘടിപ്പിച്ചു. പാലക്കാട് നഗരസഭ വൈസ് ചെയർമാൻ E. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. പറളി ഏരിയ പ്രസിഡന്റ് T. ദിവാകരൻ അധ്യക്ഷത വഹിച്ചു. പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് ബിന്ദു രാജഗോപാൽ, കോങ്ങാട് മണ്ഡലം പ്രസിഡന്റ് ഗംഗ ഭഗത്, കോങ്ങാട് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ഭാസ്കരൻ, സുജിത്, മണ്ഡലം കർഷക മോർച്ച പ്രസിഡന്റ് ചന്താമരാക്ഷൻ എന്നിവർ സംസാരിച്ചു. പറളി ഏരിയ ജനറൽ സെക്രട്ടറി മഹേഷ് മനക്കമ്പാട് സ്വാഗതവും തേനൂർ ഏരിയ പ്രസിഡന്റ് ശിവദാസൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ടിപ്പർ ഓണേഴ്സ് മുണ്ടൂർ പഞ്ചായത്ത് സമ്മേളനം മുണ്ടൂരിൽ നടന്നു. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗം സഫ്ദർ ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. 100% സ്കൂളുകളൊക്കെ തന്നെ നമ്മുടെ അടുത്ത പ്രദേശങ്ങളിലുണ്ട്. നമ്മുടെ മുണ്ടൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ 98.8%, 99.8%. 402 കുട്ടികൾ പരീക്ഷ എഴുതിയത്
401 കുട്ടിയും ജയിച്ച ഒരു കുട്ടിയാണ് പരാജയപ്പെട്ടത്. ആ കുട്ടിക്ക് ചെറിയൊരു അസുഖമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. എന്തായാലും കേരളത്തിൽ വലിയ വിദ്യാഭ്യാസ വിജയ ശതമാനം വർദ്ധിച്ചിരിക്കുകയാണ്. ജില്ലാ പ്രസിഡന്റ് സുരേഷ് മുണ്ടൂർ അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി വി ലക്ഷ്മണൻ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ A+ നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി ആദരിച്ചു. മുജീബ് റഹ്മാൻ, CK ഭവദാസൻ, സന്തോഷ് സങ്കേതം, VM ഉണ്ണികൃഷ്ണൻ, ഷംസുദ്ദീൻ, രതീഷ് മലമ്പാടൻ, C സന്തോഷ്, സഹദേവൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കൃഷി വകുപ്പിന്റെ കീഴിലുള്ള പട്ടാമ്പിയിലെ രാസവള ഗുണനിയന്ത്രണശാല കെട്ടിടം താൽക്കാലികമായി അടച്ചുപൂട്ടി. കെട്ടിടത്തിന്റെ കാലപ്പഴക്കത്തെ തുടർന്നാണ് നടപടി. സ്ഥാപനത്തിന്റെ പ്രവർത്തനം മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. രാസവള ഗുണനിയന്ത്രണശാല കെട്ടിടം അറ്റകുറ്റപ്പണി നടത്താനാവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മുഹമ്മദ് മുഹസിൻ MLA അറിയിച്ചു. പട്ടാമ്പിയിലെ സെൻട്രൽ ഓർച്ചാർഡിന് സമീപത്തായാണ് കൃഷിവകുപ്പിന് കീഴിലുള്ള രാസവള ഗുണനിയന്ത്രണശാല കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. 1999 മെയ് 27-ന് അന്നത്തെ റവന്യൂ മന്ത്രി KE ഇസ്മായിലിൻ്റെ അധ്യക്ഷതയിൽ കൃഷിമന്ത്രി കൃഷ്ണൻ കണിയാമ്പറമ്പിലാണ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തത്. കെട്ടിടത്തിന് 25 വർഷത്തോളം പഴക്കമുണ്ട്. ഉദ്യോഗസ്ഥരുടെ മുറി, രാസവള പരിശോധന റൂം ഉൾപ്പെടെ 2 നിലകളിലായാണ് സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം. കെട്ടിടത്തിൻ്റെ ശോച്യാവസ്ഥയെ തുടർന്ന് ഏതാനും മാസങ്ങളായി സ്ഥാപനം താൽക്കാലികമായി അടച്ചുപൂട്ടിയിരിക്കുകയാണ്. സീലിംഗിൻ്റെ സിമൻറ്റ് പാളികൾ അടർന്നു വീണ് ഉദ്യോഗസ്ഥൻ്റെ തലയ്ക്ക് കാര്യമായി പരിക്കേറ്റിരുന്നു. ഇതടക്കമുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം താൽക്കാലികമായി മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റിയത്. സമീപത്തെ ജീവാണു ജൈവവള ഗുണനിലവാരശാലയിലാണ് താൽക്കാലിക പ്രവർത്തനം. എന്നാൽ ഇവിടെ അധികകാലം മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ സാഹചര്യം കണക്കിലെടുത്താണ് അധികൃതർ വിഷയം മുഹമ്മദ് മുഹസിൻ MLA ശ്രദ്ധയിൽപ്പെടുത്തിയത്. MLA സ്ഥലം സന്ദർശിച്ചു. നിലവിലെ പ്രശ്നങ്ങൾ ഉദ്യോഗസ്ഥർ അറിയിച്ചതോടെ കെട്ടിടത്തിൻ്റെ ശോചനീയാവസ്ഥ MLAക്ക് ബോധ്യമായി. വളരെ കാലമായി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ പല പരിമിതികളുണ്ടെന്നും വിഷയം കൃഷിവകുപ്പ് മന്ത്രിയെ അറിയിച്ചിട്ടുണ്ടെന്നും MLA പറഞ്ഞു. കെട്ടിടത്തിൻ്റെ ശോച്യാവസ്ഥ പരിഹരിക്കാനുള്ള ഫണ്ട് ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായും മുഹമ്മദ് മുഹസിൻ MLA അറിയിച്ചു. എന്നാൽ പല പരിമിതികളും അതുമായി ബന്ധപ്പെട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ നമ്മൾ ജീവാണു വളങ്ങളുടെ ക്വാളിറ്റി പരിശോധിക്കുന്നതിനുള്ള ലാബ് കൂടി പട്ടാമ്പിയിൽ വന്നിട്ടുണ്ട്. അത് നേരത്തെ ബാംഗ്ലൂർ മാത്രം ഉണ്ടായിരുന്നു. ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ പട്ടാമ്പിയിലും കൂടിയാണ് ഉണ്ടായിട്ടുള്ളത്. അതിപ്പോൾ ഈ കോവിഡിൻ്റെ സമയത്താണ് ലാബിന് സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കെട്ടിടത്തിന് പരിമിതമായ പ്രശ്നങ്ങളുണ്ട്, ചില വിഷയങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മിനിസ്റ്ററെ അറിയിച്ചിരുന്നു. ഈ 2 സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് മിനിസ്റ്റർ ഒരു യോഗം നടത്തിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് രാസവള ലാബിനെ സംബന്ധിച്ചിടത്തോളം അതിന് പുതിയ കെട്ടിടത്തിനുള്ള അല്ലെങ്കിൽ നിലവിലെ കെട്ടിടത്തെ റിപ്പയർ ചെയ്യാനുള്ള ഫണ്ട് ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കും. MLAക്കൊപ്പം നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടിയും സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥരുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂരിൽ സ്റ്റീം ലോക്കോ എംപ്ലോയീസ് ഫോറം അനുമോദന യോഗം സംഘടിപ്പിച്ചു. സെക്രട്ടറി TN ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ മഞ്ഞക്കാട് ശ്രീനാരായണ സമാജം ഹാളിലാണ് അനുമോദന യോഗം സംഘടിപ്പിച്ചത്. DRUCC ഡിവിഷണൽ റെയിൽവേ യൂസേഴ്സ് കൗൺസിലിലേക്ക് കമ്മിറ്റി അംഗമായി പാലക്കാട് ഡിവിഷനിൽ നിന്നും കേന്ദ്ര ഗവൺമെൻറ് തെരഞ്ഞെടുത്ത C മധുസൂദനനെ ചടങ്ങിൽ അനുമോദിച്ചു. പാലക്കാട് ഡിവിഷന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ഫോറം പ്രവർത്തകർ യോഗത്തിൽ സംസാരിച്ചു. SLEF പ്രസിഡന്റ് P ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. P സോമശേഖരൻ, MK രാമചന്ദ്രൻ, KP അഭിമന്യു, P വിജയകുമാർ, P അറുമുഖൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മങ്ങര പൂലോടി നില ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 10ാമത് വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി അനുമോദന സദസ്സും കലാസന്ധ്യയും സംഘടിപ്പിച്ചിരുന്നു. പറളി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ രമേശ് ഉദ്ഘാടനം ചെയ്തു. ഏതെങ്കിലും തരത്തിലുള്ള ഒരു കായിക ഇനത്തിലേക്ക് നമ്മൾ കരാട്ടെ ആവട്ടെ, യോഗ ആവട്ടെ, വോളിബോൾ ആവട്ടെ, ഇഷ്ടം പോലെ നമ്മുടെ ജീവിതം നമുക്ക് നല്ല ജീവിതമാകുന്ന ലഹരി അത് ഉയർത്തിക്കൊണ്ട് നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിൽ നിൽക്കണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ആരോഗ്യപരമായി ജീവിക്കണമെങ്കിൽ കായിക ഇനത്തിലൂടെ മാത്രമേ നമുക്ക് എല്ലാവരും ശാരീരികവും മാനസികമായ ആരോഗ്യം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഇല്ലെങ്കിൽ ഈ ക്ലബിന്റെ ആളുകളോട് എനിക്കൊരു അഭ്യർത്ഥനയുള്ളത്, ഇവിടുത്തെ കുട്ടികളെ. ക്ലബ് പ്രസിഡന്റ് NK അഖിൽ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ S മൻസൂർ അലി ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. തുടർന്ന് എക്സൈസിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ പ്രതിജ്ഞയും നടത്തി. A+ നേടിയ വിദ്യാർത്ഥികളെയും വിജയികളെയും അനുമോദിച്ചു.
സീനിയർ സിവിൽ എക്സൈസ് ഓഫീസർ ഗോപിനാഥ്, കെ ബി ബൈനു, സി വി മോഹനൻ മാസ്റ്റർ, സി വി വിപിൻ മാസ്റ്റർ, കെ അരവിന്ദാക്ഷൻ, പി രവീന്ദ്രൻ, രതീഷ് ചെമ്പകത്ത് എന്നിവർ സംസാരിച്ചു. പി കെ രജീഷ് സ്വാഗതവും പി കെ അനീഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. പേടിപ്പിച്ച് പെരുമഴ. പാലക്കാട്, തൃശൂർ ജില്ലകളിൽ പരക്കെ നാശനഷ്ടം. പാലക്കാട് ജില്ലയിൽ 44 വീടുകൾ തകർന്നു. തൃശൂരിലും ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം. ജൂലൈ 9 ദേശീയ പണിമുടക്കിൽ നിന്ന് കേരളത്തെ ഒഴിവാക്കിയത് ഇടതു സർക്കാരിന്റെ തൊഴിലാളി വഞ്ചന മറയ്ക്കാനെന്ന് BMS. കഞ്ചിക്കോട്ട് BMS സപ്തതി പ്രവാസ യോജന സമ്മേളനം. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിന്റെ ഭാഗമായി നിശ ശില്പശാലയുമായി BJP. കാലപ്പഴക്കം മൂലം അപകടാവസ്ഥയിലായ പട്ടാമ്പിയിലെ രാസവള ഗുണനിയന്ത്രണശാല കെട്ടിടം അടച്ചുപൂട്ടി. സ്ഥാപനത്തിന്റെ പ്രവർത്തനം താൽക്കാലികമായി മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റി. പഴയ കെട്ടിടം അറ്റകുറ്റപ്പണി നടത്താനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മുഹമ്മദ് മുഹസിൻ MLA. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.